ഈ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന വളരെ വിവാദമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്തൊരു പ്രസ്താവനയാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം തന്നെ. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനൊന്ന് വരാം. കാരണം ഈ സിനിമാ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ളതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ എടുത്ത് അതെന്തോ വലിയ വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടക്കായിരുന്നു. അത് ദിലീപ് അഭിനയിക്കുന്ന സിനിമയാണ്. ആ ദിലീപ് അഭിനയിക്കുന്ന സിനിമയുടെ ചടങ്ങിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടനെ ലിസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റേജിലേക്ക് കയറുകയും എനിക്കിതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു കാര്യം പറയാനുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ് എന്ന് ചുരുക്കം. ആ പറഞ്ഞത് ഇതാണ്: സിനിമയിലെ ഒരു വലിയ യുവതാരം, അദ്ദേഹം നായക താരം, അദ്ദേഹം വലിയ തോതിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെറ്റുകൾക്ക് തുടക്കമിട്ടുകൊണ്ടിരിക്കുകയാണ്, തെറ്റായ പ്രവണതക്ക്. അപ്പോൾ അതൊരു മാലപ്പടക്കം പോലെ പടരാൻ പോകുന്നൊരു കാര്യമാണ്. ഇത് അദ്ദേഹം കാണുന്നുണ്ടാകും. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും നമ്മളും ഒക്കെ തന്നെ അവഗണിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. കാരണം അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ആരാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ തെറ്റെന്താണ് എന്നെങ്കിലും പറയണ്ടേ. അതല്ലാതെ ഒരു വലിയ തെറ്റിന് തുടക്കമിടുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്തിട്ടുള്ളത്. നട്ടലുണ്ടെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ തെറ്റെന്താണെന്നെങ്കിലും ധൈര്യപൂർവ്വം തുറന്നു പറയുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളികൾക്കൊന്നും പ്രത്യേകിച്ച് കാര്യമുള്ളൊരു കാര്യമല്ല. കാരണം ഇത് ലിസ്റ്റിൻ സ്റ്റീഫനും യഥാർത്ഥത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ചത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു താരത്തെയുമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ചടങ്ങിൽ വെച്ചാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ലിസ്റ്റിൻ സ്റ്റീഫൻ മറ്റൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധായകൻ്റെ പേര് അരുൺ വർമ്മയാണ്. ഈ അരുൺ വർമ്മയും ലിസ്റ്റിൻ സ്റ്റീഫനും ഇൻസ്റ്റാഗ്രാമിൽ നിവിൻ പോളി അൺഫോളോ ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നിവിൻ പോളിയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നിവിൻ പോളിയുമായിട്ടുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിവിൻ പോളി ഈ അരുൺ വർമ്മയുടെ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് കൊടുക്കുകയും അവിടെ എത്തുകയും ഏതാണ്ട് ഒരാഴ്ചയോളം അഭിനയിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടും ചില ഷൂട്ടിങ്ങിൻ്റെ ടൈമുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അതിനൊക്കെ പിന്നിൽ ചില രഹസ്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടായി. കൂടാതെ തമ്പാനൂരിലൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു കഞ്ചാവ് പിടികൂടി. ആ കഞ്ചാവ് പിടികൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിൻ്റെ രൂപത്തിലുള്ള ഒരു പെട്ടി, അതായത് പെട്ടെന്ന് കണ്ടാൽ ബുക്കാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെട്ടിയുടെ അകത്ത് നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് പോലീസ് എത്തിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി എന്നാണ് പറയുന്നത്. കഞ്ചാവ് പിടികൂടിയതുകൊണ്ട് നിവിൻ പോളി വിട്ടുപോയതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ തമ്മിൽ മറ്റു ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത്, തുറമുഖം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ തുറമുഖം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആ സിനിമ ഏറ്റെടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നിവിൻ പോളി ചില പണം, അതായത് കൊടുക്കാനുണ്ടായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്. അങ്ങനെ കൊടുക്കാനുണ്ടായ പണം വേറൊരു വഴിക്കും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, ഇവരുടെ കയ്യിൽ നിന്നതൊക്കെ മേടിച്ചെടുക്കൽ എളുപ്പമല്ലാത്തതുകൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇദ്ദേഹം അഭിനയിക്കുന്ന പല സിനിമകളും അല്ലെങ്കിൽ ഇദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുള്ള പല സംവിധായകരുടെ സിനിമകളും ഏറ്റെടുത്തു. അങ്ങനെയെങ്കിലും ഈ പൈസ വസൂലാക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വസൂലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഈ ബേബി ഗേളിലേക്ക് ഏറ്റവും അവസാനത്തെ, അതായി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുഞ്ചാക്കോ ബോബൻ കമ്മിറ്റ് ചെയ്തിരുന്നതാണ്. പിന്നെ അതിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് നേരെ നിവിൻ പോളി, ഡേറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിവിൻ പോളി എത്തുന്നു. അപ്പോൾ ആ നിവിൻ പോളി എത്തിയതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് അഭിനയിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു, കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ. പക്ഷെ അത് തരാൻ കഴിയില്ല എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വലിയ സ്റ്റാൻഡ് എടുത്തു. കാരണം ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ 15 കൊല്ലമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. ആൻ്റണി പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ഗോകുലം ഗോപാലനും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണമുള്ള, പൃഥ്വിരാജുമായി വലിയ ബന്ധമുള്ള, പൃഥ്വിരാജിൻ്റെ ഡേറ്റ് കിട്ടാൻ എളുപ്പമുള്ള, ആരുടെയും ഡേറ്റ് കിട്ടാൻ എളുപ്പമുള്ള വലിയൊരു പ്രൊഡ്യൂസറാണ് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ സാധാരണ നിലയിൽ നിന്ന് വന്നതാണ്. പക്ഷേ സിനിമയിൽ വന്ന എല്ലാ അഭ്യാസവും ഒക്കെ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ വലിയ സമ്പന്നനാണ് എന്ന് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ അദ്ദേഹം മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ വരുമാനം കിട്ടാൻ വേണ്ടി മിക്കവാറും സദസ്സുകളിൽ വന്ന് വളിപ്പടിക്കുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് നിവിൻ പോളി പോയതിന് ശേഷം, നിവിൻ പോളി നേരത്തെ പോയത് അഖിൽ സത്യൻ എന്ന് പറയുന്ന, നമുക്കെല്ലാം അറിയുന്ന സത്യൻ അന്തിക്കാടിൻ്റെ മകൻ, അതായത് പാച്ചുവും അത്ഭുത ലോകവും എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയൊക്കെ എടുത്തിട്ടുള്ള അഖിൽ സത്യൻ്റെ സിനിമയിലേക്ക്
അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ നിവിൻ പോളി പോയിട്ടുള്ളത്. നിവിൻ പോളിയുടെ നേരത്തെ സിനിമ ഞാൻ പറഞ്ഞല്ലോ, തുറമുഖം എടുത്തത് രാജീവ് രവിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിവിൻ പോളി ഇങ്ങനെ ഒരു ആഴ്ച 10 ദിവസമായിട്ട് അഭിനയിച്ചതിന് ശേഷം ബ്രേക്ക് എടുത്ത് പോയത് ശരിയായില്ല എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിച്ചത്. ഇത് യഥാർത്ഥത്തിൽ മലയാളിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന തറ പാർട്ടികളൊക്കെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടാലോ, ഏതെങ്കിലും പെൺകുട്ടി ആക്രമിക്കപ്പെട്ടാലോ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കഞ്ചാവ് പിടിച്ചെടുത്താലോ, ഒരു പ്രൊഡ്യൂസർ തന്നെ വന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലിരുന്ന് എന്നെ അവർ ഭയങ്കര മോശമായ എൻ്റെ ടോപ്പിൻ്റെ ഒരു ഹുക്ക് മാറിക്കിടന്നതുമായി ബന്ധപ്പെട്ട് എന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറിയെന്നും എന്നെ വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചു എന്നും പറഞ്ഞാലൊന്നും പ്രതികരിക്കാത്ത ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി ചെയ്തൊരു കാര്യത്തിൽ നിന്ന് നിവിൻ പോളി ഒന്ന് വിട്ടു നിന്നു. അതിന് നിവിൻ പോളിയുടെ സൈഡ് ആരും കേട്ടിട്ടില്ല. നിവിൻ പോളിക്ക് നിവിൻ പോളിയുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം, പല ന്യായീകരണങ്ങളും ഉണ്ടാകും. അത് നമ്മൾ കേൾക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഈ സംഭവം ഒന്നും എടുത്ത് വലിയ പ്രമാദമായിട്ടുള്ള വാർത്തയാക്കി അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതൊക്കെ അവരുടെ ഇടയിൽ ഈ പറയുന്ന പോലെ എന്ത് വൃത്തികേടുകൾ കാണിച്ചും കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന, അതിനോടൊക്കെ എന്തിനോടും സമരസപ്പെട്ട് നിൽക്കണമെന്നും ഒന്നിനോടും എതിർത്ത് പ്രതികരിക്കുകയൊന്നും ചെയ്യാത്ത ഈ പറയുന്ന ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെ നടത്തുന്ന ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ്. സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് അവരെ വിളിക്കുകയും അവിടെ നടക്കുന്ന വൃത്തികേടുകൾ ഞാൻ എണ്ണിപ്പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുകയും, എന്തിനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ പറയുന്ന വലിയ ബിൽഡിങ്ങിനകത്ത് റൂമുകൾ എന്ന് വരെ ചോദിക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അവർ തന്നെയാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയുടെ സെറ്റിലേക്ക്, അതിലെ ക്യാരവലിലേക്ക് അവർ കയറി ചെല്ലുമ്പോൾ 2 നടന്മാർ വളരെ മോശപ്പെട്ട രീതിയിൽ ഇവരോട് പെരുമാറുകയും അതിൻ്റെ അകത്ത് നിന്ന് പുകച്ചുരുളുകൾ ഉയരുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാത്ത, വായിൽ പഴവും തിരികെയിരിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനൊന്നും ഈ പറയുന്ന ഒരു എന്താണ് കാരണമെന്ന് പറയാതെ, തെറ്റെന്താണെന്ന് പറയാതെ, ഒരു കാരണവശാലും ഇതെന്താണെന്ന് പറയാതെ, അതായത് ആരാണെന്ന് പറയാതെയുള്ള കാര്യങ്ങളൊന്നും വലിയ വാർത്തയാക്കേണ്ട ആവശ്യമില്ല. ന്യൂസ് 18 ആണത് വാർത്തയാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 ഡിഫറൻ്റ് ആയിട്ടുള്ള വാർത്തകൾ തേടിയുള്ള അന്വേഷണത്തിലാണ്. കാരണം ഇപ്പോൾ ഏതാണ്ട് 8ാം സ്ഥാനത്ത് 9ാം സ്ഥാനത്തൊക്കെയാണ്. അപ്പോൾ മീഡിയ 1ൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ അതിൽ നിന്ന് സ്ഥാനക്കയറ്റം കിട്ടാൻ അംബാനിയുടെ ചാനലൊക്കെ വലിയ തോതിൽ പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇല്ലാത്തൊരു വാർത്ത സെൻസേഷണലൈസ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരു ടെയിൽ എൻഡ് കൂടി പറയാതെ പൂർത്തിയാവില്ല. സിനിമയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത്, സന്തോഷ് ടി കുരുവിള എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം പുറത്തു വിട്ടിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുള്ള ചില കമൻറ്റുകളുണ്ട്. 6 മാസങ്ങൾ കൊണ്ട് സിനിമ വ്യവസായം വലിയ പ്രതിസന്ധിയിലാണെന്നും 6 മാസമായി ഏതാണ്ട് 45% സിനിമ പ്രൊഡക്ഷനിൽ കുറവുണ്ടായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം പ്രൊഡ്യൂസേഴ്സ് കണക്കുകൾ പുറത്തു വിടുന്നതാണ്. ആ കണക്കുകളൊന്നും കൃത്യമല്ല, കാരണം അവരുടെ ചിലവ് എത്രയാണെന്നൊന്നും നമുക്കറിയില്ല, വരവും കൃത്യമായിട്ടല്ല അവർ പറയുന്നത്. പക്ഷേ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ മാത്രം അവർ പുറത്തേക്ക് വിടുകയാണ്. അത് തന്നെ വലിയ താരങ്ങളിലേക്ക് പുറത്തേക്ക് വിടാൻ അവർക്ക് ചെറിയ മടിയുണ്ട്. പക്ഷേ അങ്ങനെ പുറത്തേക്ക് വിടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊക്കെ കാണുന്ന പുറമെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ ഒന്നും കയ്യിൽ കാശില്ല. ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ വിദേശത്തുള്ളവരെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ ചാക്കിട്ട് നമുക്ക് കോ പ്രൊഡ്യൂസർമാരായി സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പേര് ഇവരുടെ മാത്രം വെക്കാമെന്ന് പറഞ്ഞ് മറ്റു പല താല്പര്യങ്ങളൊക്കെ കൊണ്ട് കാശ് മുടക്കുന്നവരാണ്. അങ്ങനെ കാശ് മുടക്കുന്നവരെ പറ്റിച്ച് ഉപജീവനമാർഗം കഴിക്കുന്നവരാണ് ഏറെക്കുറെ ഏതാണ്ട് എല്ലാ നിർമ്മാതാക്കളും തന്നെ. ഗോകുലം ഗോപാലിനൊന്നും ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. മറ്റ് നിർമ്മാതാക്കളൊക്കെ ആ കൂട്ടത്തിലാണ്. പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഒന്നും കയ്യിൽ ഇപ്പോൾ 100 കോടി രൂപ സിനിമ എടുക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. 100 കോടി രൂപ പോയിട്ട് 10 കോടി പോലും എടുക്കാനുള്ള പണമില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഇവർ പലരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിനാൻസൊക്കെ സംഘടിപ്പിച്ചാണ് ഇത് എടുക്കുന്നത്. തെറ്റൊന്നുമില്ല അതിൽ. പക്ഷെ അത്തരത്തിൽ തെറ്റൊന്നുമില്ലെങ്കിൽ പോലും ഈ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് വലിയ തോതിൽ വിലങ്ങുതടിയായിട്ട് ഇതിൽ പറയത്തക്ക ലാഭമൊന്നുമില്ല. മുടക്കിയാൽ ഉടനെ തന്നെ ഗാംബ്ലിംഗ് പോലെ 1.5 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ 3 ഇരട്ടി കിട്ടാം എന്നുള്ള പ്രലോഭനങ്ങളൊക്കെ ഒഴിവായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിവിൻ പോളി അടക്കമുള്ള നിരവധി പേർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വിജയിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ കൂടിയാണ് ഈ പറയുന്ന ചെറിയ പൊട്ടലും ചീറ്റലുമായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ താരമെന്തോ ലോകത്തോട് തന്നെ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളേതാണ്ട് ഈ പറയുന്ന നിവിൻ പോളി വല്ല അനുഭവം ഉണ്ടാക്കി ഇട്ടോന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ അവരവർ തമ്മിലുള്ള ഈ പറയുന്ന ചക്കളാത്തി പോരാട്ടമാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. ഇതൊന്നും കേട്ട് മലയാളി വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ വാർത്തകളെയൊക്കെ തന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതൊക്കെ തന്നെ ആളുകൾ ഒഴിവാക്കും. പ്രത്യേകിച്ചും
നമ്മുടെ മുഖ്യധാര മുഖ്യധാര എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ, പക്ഷേ എങ്കിലും സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കും എന്നാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം.